ആത്മീയ സമ്പന്നരുണ്ട് കൊട്ടാരത്തിലിരുന്ന് വേദഗ്രന്ഥങ്ങൾ ആരായുന്നതിലൂടെ ക്രിസ്തുവിന്റെ ജന്മസ്ഥലം തിരയുന്നവർ. ആവശ്യത്തിനായിരിക്കുന്നവന്റെ അരികിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ അരമനകളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർ. വഴിക്ക് പൊക്കണവും ഒരുപാട് ഉടുപ്പുകളും കരുതുന്നവർ. സത്യത്തിൽ അവരാണ് നിർഭാഗ്യവാന്മാർ. എന്തെന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നല്ലേ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. എന്നാൽ ആത്മാവിൽ ദരിദ്രരുമുണ്ട്. കിഴക്കുതിച്ച നക്ഷത്രം കണ്ടപ്പോൾ നാടും വീടും ഉപേക്ഷിച്ച് വഴിയിലെ ആപത്തുകൾ പോലും ഗണ്യമാക്കാതെ ദൈവപുത്രന്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് കാഴ്ചകൾ അർപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ. ആത്മീയതയുടെ മലമുകളിൽ കൂടാരമടിക്കാതെ ആലംബഹീനരുടെ സമഭൂമിയിലേക്ക് ഇറങ്ങി വന്നവർ. ആകയാൽ ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, നമ്മൾ ഇതിൽ ഏത് ഗണത്തിൽപ്പെട്ടവരാണ്? ആത്മാവിൽ ദരിദ്രരോ അതോ സമ്പന്നരോ? അവൻ വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ